ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് ഈ ദിവസത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ വാരത്തോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഉദ്ധിതൻ്റെ പാതയിൽ എന്ന വചന ശുശ്രൂഷ ഒരു നോയമ്പുകാല ധ്യാനമായി നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ധ്യാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇന്ന് ഒരുപക്ഷെ നമുക്ക് സമയമുണ്ട് എന്ന് ചിന്തിക്കാം. എന്നാൽ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതും വളരെ ഒരുങ്ങി ചെയ്യേണ്ടതുമായൊരു കാര്യം അത് കുമ്പസാരമാണ്. നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചാണ്. നമുക്കറിയാം, യേശുവിലൂടെയുള്ള പാപമോചനം ഒരു കത്തോലിക്ക വിശ്വാസി സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട വഴി കുമ്പസാരമാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രത്യേകം ഈ ഒരു വചന ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നു. 22 മുതൽ വചനങ്ങൾ. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവൻ അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഉദ്ധാനം ചെയ്ത യേശു ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് നിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നമുക്കറിയാം, എല്ലാ കൂദാശകളും പരികർമ്മം ചെയ്യുന്നത് പരിശുദ്ധാത്മ ശക്തിയാലാണ്. അതുകൊണ്ടാണ് ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ഒരു വൈദിക വിദ്യാർത്ഥി പുരോഹിതനാകുമ്പോൾ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വരാൻ പ്രാർത്ഥിക്കുന്നത്. പൗരോഹിത്യ ശുശ്രൂഷ മാനുഷികമായി നടത്തപ്പെടുന്ന ഒന്നല്ല. യേശുവിൻ്റെ പൗരോഹിത്യത്തിലെ ശുശ്രൂഷകൾ വൈദികൻ നടത്തുമ്പോൾ ആ വൈദികനെ അത് നടത്തുവാൻ പ്രാപ്തനാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. അപ്പോൾ പാപം മോചിക്കുവാൻ അധികാരം ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഭാഗം വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത്. അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ പത്രോസിനെ ഈശോ ആശീർവദിക്കുന്ന രംഗം അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. മത്തായി 16:17 അവിടെ ഇങ്ങനെ വചനം പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, നീ പത്രോസാണ്, നീ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന് താക്കോൽ നിനക്ക് ഞാൻ നൽകും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഓർക്കുക, സഭയ്ക്ക് യേശു അധികാരം നൽകുകയാണ്. എന്ത്? പാപം മോചിക്കുവാനുള്ള അധികാരം യേശു നൽകുന്നു. അപ്പോൾ യേശുവിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്, പാപമോചനമാണ്. പ്രിയപ്പെട്ടവരെ, നീ അവനെ യേശു എന്ന് വിളിക്കണം. അവൻ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. മത്തായി 1:21. നീ യേശുവെന്ന് വിളിക്കണം, അവൻ തൻ്റെ ജനത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ പാപമോചനം എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതാ നമ്മൾ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കും, സ്വപുത്രനെ ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ നൽകിയവൻ അവനോടുകൂടെ എല്ലാം നൽകാതിരിക്കുമോ? സ്വപുത്രനെ നൽകിയവൻ
8-ാം അധ്യായം 31 മുതൽ വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: സ്വപുത്രനെ നമുക്ക് നൽകിയവൻ അവനോടുകൂടെ സകലതും ദാനമായിട്ട് നൽകാതിരിക്കുമോ? അപ്പോൾ സ്വപുത്രനെ നൽകി എന്ന് പറയുമ്പോൾ എന്തിനാണ് സ്വപുത്രനെ നൽകിയത്? യേശുവിനെ പിതാവ് നൽകിയതിൻ്റെ പ്രധാനപ്പെട്ട, യേശുവിനെ പിതാവ് അയച്ചതിൻ്റെ, അല്ലെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണം പിതാവ് അനുവദിച്ചതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനുഷ്യനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനാണ്. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ പാപങ്ങൾ മോചിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ മോചിക്കുന്നവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യേശുവിലൂടെ പിതാവ് ഒരുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷ എന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. അപ്പോൾ ഈ പാപമോചനം ഈശോ ഇപ്പോൾ പറയുകയാണ്, ഈശോ കുരിശുമരണം വഴി അത് പൂർത്തിയാക്കി. ആ പാപമോചനത്തിൻ്റെ ആ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയ യേശു ശിഷ്യന്മാരെ അയക്കുകയാണ്. അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും, നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ ബന്ധിക്കപ്പെടും എന്ന് ഈശോ പറയുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ വചനം വായിക്കുമ്പോൾ സുഭാഷിതങ്ങളുടെ പുസ്തകം അവിടെ 28:13 തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവൻ കരുണ ലഭിക്കും. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, സങ്കീർത്തനം 32:5, സങ്കീർത്തനം 32:5 എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആ വചനം ശ്രദ്ധിക്കുക, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. അപ്പോൾ നമുക്കറിയാം, എൻ്റെ പാപം ഞാൻ കർത്താവിനോട് ഏറ്റുപറയും. നമ്മൾ കുമ്പസാരത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനം, ഞാൻ ഈ പാപം കർത്താവിനോട് ഏറ്റുപറയും. പാപങ്ങളെ ഓർക്കുക, പാപങ്ങളെ ഓർത്ത് അനുദപിക്കുക, പാപം ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക, ചെയ്തു പോയ പാപങ്ങൾ വൈദികൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. അപ്പോൾ ഏറ്റുപറയാൻ ഞാൻ തീരുമാനമെടുത്തു. അതാണ് വചനം ശ്രദ്ധിക്കുക, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, കർത്താവിനോട് പാപങ്ങൾ ഏറ്റുപറയുക എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ നമ്മൾ ചിലരെങ്കിലും ചോദിക്കും, അത് കർത്താവിനോട് പറഞ്ഞാൽ പോലെ. ഇവിടെയാണ് പ്രിയപ്പെട്ടവർ ഈശോ പറയുന്നത്, നിങ്ങൾ ആരുടെ? അവിടെയാണ് ഒരു വൈദികനോട് പാപം ഏറ്റുപറയേണ്ടതുണ്ടോ? കാരണം അതൊരു കൂദാശയാണ്. അത് വൈദികന് ഏൽപ്പിക്കുന്നു, സഭയെ ഏൽപ്പിക്കുന്നു. ആ കൂദാശ പാപമോചനം ഏൽപ്പിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും വചനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കും, യാക്കോബ് ശ്ലീഹ എഴുതിയ 5-ാമത്തെ അധ്യായം, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വചനം, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ, നീതിമാൻ്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതാണ്. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പാപങ്ങൾ ഏറ്റുപറയുക എന്ന് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പാപങ്ങൾ ഏറ്റുപറയുക. ഇവിടെ സങ്കീർത്തനം പറയുകയാണ്, എൻ്റെ പാപം ഞാൻ അവത്തോട് ഏറ്റുപറയുന്നു. ആകയാൽ ദൈവഭക്തർ, ഇനി സങ്കീർത്തനം 32:5 ഈ വചനം നമ്മൾ വായിച്ചത്. ഇനി പ്രിയപ്പെട്ടവരെ, ആ 32:6 ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ, കഷ്ടത കഴകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അപ്പോൾ പാപങ്ങൾ ഏറ്റുപറയണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് സങ്കീർത്തകൻ പറയുന്ന വചനം ഇതാണ്, ആകയാൽ ദൈവഭക്തർ ആപത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ, കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ ബാധിക്കില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും ഒരു കഷ്ടതയും നമ്മളെ ബാധിക്കാതിരിക്കാനും നമ്മളെ തകർക്കാതിരിക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്, ഒരു കാര്യമാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത്. വചനം പറയാണ്, ദൈവഭക്തർ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ മുമ്പിൽ പറയുന്നു പാപങ്ങൾ ഏറ്റുപറയട്ടെ എന്ന്. വീണ്ടും 1 യോഹന്നാൻ 1:9 എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പാപം ഏറ്റുപറയുക എന്ന ഒരു കാര്യത്തെക്കുറിച്ച്
യോഹന്നാൻ ശ്ലീഹായും യാക്കോബ് ശ്ലീഹായും ഒരുപോലെ ജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പാപം ഏറ്റുപറയുക എന്നത് സഭയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നൊരു കാര്യം. അപ്പോൾ യേശു സ്ഥാപിച്ച ഒരു കൂദാശയാണ് കുമ്പസാരം, പാപം ഏറ്റുപറയുക. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിക്ക്, കുമ്പസാരത്തെ ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്നൊരു വ്യക്തിക്ക് നമുക്കറിയാം അത്ര ഗൗരവത്തോടെ സഭ കൈകാര്യം ചെയ്യുന്നൊരു കൂദാശ, അത്ര ഗൗരവത്തോടെ. ഒരു പക്ഷെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് വൈദികർ സഭ വിട്ടുപോയി. സഭയ്ക്കെതിരെയൊക്കെ ഒരുപാട് വൈദികർ ഈ കേരളത്തിൽ മാത്രമല്ല വിദേശങ്ങളിൽ സഭയ്ക്കെതിരെ ഗ്രന്ഥങ്ങൾ എഴുതിയ വൈദികർ പോലും ഉണ്ട്. സഭ വിട്ടുപോയി. പക്ഷേ ഇന്നോളം ഒരു വൈദികനും കുമ്പസാര രഹസ്യം പറഞ്ഞിട്ടില്ല. കുമ്പസാര രഹസ്യം പറയാതിരുന്നത് കൊണ്ട് വധിക്കപ്പെട്ടവർ, വിശുദ്ധരായവർ പോലുമുണ്ട്. കുമ്പസാര രഹസ്യം പറയാതിരുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ വധിക്കപ്പെട്ടവർ പോലുമുണ്ട്. പക്ഷെ നമുക്കറിയാം അതിൻ്റെ മേൽ ദൈവം അദൃശ്യമായ ഒരു മുദ്ര, പുരോഹിതർക്ക് പോലും അറിയാത്ത ഒരു മുദ്ര അതിൻ്റെ മേൽ ദൈവം വച്ചിട്ടുണ്ട്. അപ്പോൾ അത് യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ യോഗ്യതയാണ്. അത് വൈദികൻ്റെയോ സഭയുടെയോ അല്ല, അത് പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ പീഡാനുഭവങ്ങളുടെ യോഗ്യതയാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു വ്യക്തി, ഇപ്പോൾ നമ്മളെല്ലാവരും കുമ്പസാരിക്കുന്നവരാണ്. നിങ്ങൾ കുമ്പസാരിക്കുന്നു, ഞാൻ കുമ്പസാരിക്കുന്നു. ഇപ്പോൾ സെമിനാറിലൊക്കെ വെച്ച് 2 ആഴ്ച കൂടുമ്പോൾ 14 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കണം. ഇപ്പോഴും സാധിക്കുമെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, വൈദികർ കുമ്പസാരിക്കുന്നുണ്ടോ? വൈദികർ തീർച്ചയായിട്ടും കുമ്പസാരിക്കുന്നുണ്ട്. വൈദികർ കുമ്പസാരിക്കണം. അപ്പോൾ നമുക്കറിയാം കുമ്പസാരിക്കുമ്പോൾ എത്രത്തോളം വിടുതലാണ്, എത്രത്തോളം ഒരു ഫ്രീ ആണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത്, എത്രത്തോളം ആശ്വാസമാണ് നമുക്ക് കടന്നു വരുന്നത്. കുമ്പസാരം ഒരു പക്ഷേ വേറെ എവിടെയാ ലോകത്തിൽ ഇതുപോലൊരു സ്ഥലമുള്ളത്? നമ്മുടെ ചെവിയിൽ കേൾക്കുകയാണ്. നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു. വേറെ എവിടെയാ ഉള്ളത്? വേറെ എവിടെയാണ് അതിന് ബേസ് ഉള്ളത്? ഇവിടെ ബേസ് കിടക്കുകയാണ്. ഈശോ പറഞ്ഞ എല്ലാ വചനങ്ങളും നിറവേറും. ഈശോ പറഞ്ഞ ഒരു വചനവും നിറവേറാത്തതില്ല. ഈശോ പറയുക, ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറയുക, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു അവ മോചിക്കപ്പെട്ടിരിക്കും എന്ന ഒരു കാര്യം ഈശോ പറയുക. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു വൈദികൻ ഒരു കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ അവിടെ വൈദികൻ്റെ യോഗ്യതയോ വൈദികൻ്റെ മെറിറ്റോ ഒന്നുമല്ല, സഭയുടെ മെറിറ്റല്ല, മറിച്ച് അവിടെ നിൽക്കുന്നത് മുഴുവനും യേശുവിനോടാണ്. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറയുന്നത് നമ്മൾ വൈദികനോടല്ല, നമ്മൾ യേശുവിനോടാണ് പറയുന്നത്. അവിടെ യേശുവാണ് പ്രിയപ്പെട്ടവരെ. അവിടെ വൈദികൻ ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്, യേശുവാണ്. അപ്പോൾ അത് നമുക്കറിയാം, യേശുവാണ് പാപം മോചിക്കുന്നത്. വേറെ എവിടെയാണ് ഉള്ളത്? ലോകത്തിൽ വേറെ എവിടെയാണ് ഉള്ളത്? നിൻ്റെ പാപം മോചിക്കപ്പെടുന്നു എന്ന് പറയുന്ന കുമ്പസാരക്കൂട് പോലൊരു സ്ഥലം പ്രിയപ്പെട്ടവരെ വേറെ നമുക്ക് എവിടെ കണ്ടെത്താൻ പറ്റും? നമ്മൾ എത്ര വലിയ പാപം ചെയ്ത് ചെല്ലുമ്പോഴും ഒരു കുറ്റപ്പെടുത്തൽ പോലും വരാതെ നമ്മളെ ആശ്വസിപ്പിച്ച്, നമ്മളെ സൗഖ്യപ്പെടുത്തി, നമുക്ക് പാപമോചനം നൽകി, നമ്മളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വിടുന്ന വേറെ ഏത് സ്ഥലമുള്ള ലോകത്തിൽ? വേറെ എവിടെയാണ് ഉള്ളത്? നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടാണോ കുമ്പസാരക്കൂട്ടിൽ നമുക്ക് പാപമോചനം കിട്ടുന്നത്? നമുക്ക് പാപമോചനം കിട്ടുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. യേശു പൂർത്തിയാക്കി നമ്മുടെ പാപമോചനത്തിനുള്ള എല്ലാ രക്ഷയും. പാപമോചനം യേശു കുരിശിൽ പൂർത്തിയാക്കി. നമ്മളത് സ്വീകരിക്കുകയാണ്. ഞാൻ അനുദപിച്ച് കുമ്പസാരിക്കുമ്പോൾ ഞാനത് സ്വീകരിക്കുകയാണ്. വേറെ എവിടെയാണ് ഉള്ളത്? പ്രിയപ്പെട്ടവരെ, എല്ലായിടങ്ങളിലും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യം, ആരും ആഗ്രഹിച്ചുകൊണ്ടല്ല, എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് പാപം ഏറ്റുപറയാൻ, പാപങ്ങളിൽ നിന്ന് വിടുതൽ കിട്ടാൻ ഒരിടം. അപ്പോൾ അങ്ങനൊരിടമാണ് സഭയുടെ ശിരസിൽ, സഭയുടെ നെഞ്ചിൽ യേശു ഒരുക്കി വയ്ക്കുന്നത് കുമ്പസാരക്കൂട് പോലെ ഇത്രയും. നമ്മൾ ഓർക്കുക, ചിലപ്പോഴൊക്കെ ഇന്ന് നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ, അല്ലെങ്കിൽ ചില നാടകങ്ങളിൽ, അല്ലെങ്കിൽ ചില TV സീരിയലുകൾ കുമ്പസാരത്തെ കളിയാക്കുന്നത് കൊണ്ട് ആരെങ്കിലും കുമ്പസാരത്തിൽ നിന്ന് അകലുമെന്ന് നമുക്കറിയാം. കളിയാക്കലൊന്നുമല്ല, അതൊന്നുമല്ല കുമ്പസാരം.
അതൊന്നുമല്ല കുമ്പസാരം. നമ്മൾ സിനിമയിൽ കാണുന്നതോ അല്ലെങ്കിൽ സിനിമയിൽ അതിനെ വികൃതമാക്കാൻ ശ്രമിക്കുന്നു. കാരണം ദാറ്റ് ഈസ് ദ ടാർജറ്റ്. അതാണ് ഏറ്റവും വലിയ ഒരു വ്യക്തിയിലേക്ക് അനുഗ്രഹം ഒഴുകുന്ന ദൈവിക വഴി. കാരണം അവൻ ചെന്ന് പറയുന്നത് യേശുവിനോടാണ്. കുമ്പസാരക്കൂട്ടിലെ പ്രിയപ്പെട്ടവരെ, ആ നെറ്റ് അല്ലെങ്കിൽ ആ വാതിൽ അത് യേശുവിൻ്റെ ചെവിയാണ്. നമ്മൾ യേശുവിനോടാണ് പറയുന്നത്. യേശുവിനോട് പറയുമ്പോൾ ഒരു കുറ്റപ്പെടുത്തൽ പോലും ഇല്ലാതെ, ഏത് പാപം നമ്മൾ പറഞ്ഞാലും ഒരു കുറ്റപ്പെടുത്തൽ പോലും ഇല്ലാതെ പ്രിയപ്പെട്ടവരെ ആ പാപം മോചിക്കപ്പെടുന്നു. വേറെ എവിടെയോ ഉള്ളത്? ആ പാപം മോചിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന ആശ്വാസം, നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഫ്രീഡം, നമ്മുടെ ഉള്ളിൽ വരുന്നൊരു സമാധാനം. കുമ്പസാരക്കൂട് ഏറ്റവും വലിയ സൗഖ്യത്തിൻ്റെ ഇടമാണ്, ഏറ്റവും വലിയ വിടുതലിൻ്റെ ഇടമാണ്, ഏറ്റവും വലിയ ഡെലിവറൻസിൻ്റെ ഇടമാണ്, ഏറ്റവും വലിയ മാനസിക സൗഖ്യത്തിൻ്റെ ഇടം കുമ്പസാരക്കൂടാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, അപ്പോൾ ഈ കുമ്പസാരക്കൂട് ഈ കുമ്പസാരം അത് യേശുവിൻ്റെ പീഡാസഹനങ്ങളുടെ യോഗ്യതയാലാണ് നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മൾ അത് അനുഭവിക്കേണ്ടതും. പലപ്പോഴും നമ്മൾക്ക് ഒരു അപകടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വലിയൊരു വേദനാജനകമായ കാര്യം എന്ന് പറയുന്നത്, പലർക്കും വൈദികരോട് സഭയോട് എതിർപ്പ് വരുമ്പോൾ അവർ കുമ്പസാരത്തിൽ നകലും. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ചിന്തിക്കും ഒരുപക്ഷെ വൈദികരുടെ ജീവിതം അല്ലെങ്കിൽ സഭയുടെ ജീവിതം കാണുമ്പോൾ ഇവരോടാണല്ലോ. പക്ഷെ നമുക്കറിയാം വൈദികൻ്റെ മെറിറ്റോ വൈദികൻ്റെ ക്വാളിറ്റിയോ ആയിട്ട് കുമ്പസാരത്തിനൊരു ബന്ധവും ഇല്ല. പക്ഷെ നമ്മളെല്ലാവരിലും, എന്നിലും നിങ്ങളിലും വരുന്നൊരു ചിന്ത, നമ്മൾ വൈദികനോടാണല്ലോ ഇത് പറയേണ്ടത്, അല്ലെങ്കിൽ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന്. കാരണം വൈദിക ജീവിതത്തെ സമൂഹമധ്യത്തിൽ അല്ലെങ്കിൽ വൈദികരെ ആക്രമിക്കുക എന്നതും പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. കാരണം എന്താണ്? വൈദികനിൽ നിന്ന് ഒരു ദൈവജനത്തെ അകറ്റിയാൽ അവൻ അകലുന്നത് കൂദാശയിൽ നിന്നാകുമെന്ന് പിശാചിനറിയാം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ഒരുപാട് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പലരും കുമ്പസാരത്തിൽ നിന്ന് അകലുന്നത് കുമ്പസാരം ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ആർക്കാ ഇഷ്ടമില്ലാത്തത്? കുമ്പസാരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം അയാൾക്കത് നൽകുന്ന നന്മ അനുഭവം എന്താണെന്ന്. ഉള്ളു തുറന്ന് കുമ്പസാരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും മനസ്സിൽ കിട്ടുന്നൊരു അഭിഷേകം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മൾ അകലുന്നത് കുമ്പസാരത്തിൽ നിന്നല്ല. നമ്മൾ അകലുന്നത് ഒരുപക്ഷെ സഭയുടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ, വൈദികരുടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അകലാറുണ്ട്. എന്നാൽ ഇതൊന്നും കാരണമാകരുത്. അതാണ് ചിലർ പറയുന്നത്. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് കാരണം ഇതാ. ചിലർ പറയും, അച്ഛനോട് എന്തിനാണ് പറയുന്നത്, ഈശോയോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന ഒരു ചോദ്യമുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാനൊരു ധ്യാന കേന്ദ്രത്തിലാണ്. ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോരുമ്പോൾ അവിടെയുള്ള ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു അച്ഛൻ്റെ കയ്യിൽ ഞാൻ ഒരു താക്കോൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ നിങ്ങളിനി ധ്യാന കേന്ദ്രത്തിലുള്ള എല്ലാവരും, ശുശ്രൂഷകർ, പ്രേക്ഷിതർ ഈ അച്ഛനോടാണ് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ വ്യക്തിയോടാണ് ചോദിക്കേണ്ടത്. ഞാൻ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ പോന്നു, ഞാൻ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മാറി നിൽക്കുന്നു, വേറെ എവിടേക്കെങ്കിലും പോകുന്നു. എന്നാൽ ഞാൻ പോന്നു കഴിയുമ്പോൾ അവരെന്നെ ഫോൺ വിളിക്കുന്നു, അച്ഛാ ഞങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം വേണം. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, വേണ്ട, അച്ഛൻ പറഞ്ഞാൽ മതി. അപ്പോൾ എന്താ കാരണം ഇതാണ്, ഞാൻ ആരെയാണോ അത് ഏൽപ്പിച്ചത് ആ വ്യക്തിയോട് അവിടുത്തെ ശുശ്രൂഷകർക്ക് അകൽച്ചയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അയാളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അയാൾ അവരെ നേരിട്ട് വിളിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ വ്യക്തിയുടെ അടുത്ത് ഇന്ന കാര്യം പോയി ചോദിക്കാത്തതിന് കാരണം എന്താണ്? ഞാൻ ഫുള്ള് അധികാരം കൊടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ പോരുമ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ഡയറക്ടറാണെങ്കിൽ ഞാൻ പോരുമ്പോൾ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ ചോദിക്കാത്തതിൻ്റെ കാരണം എന്താ? ചോദിക്കാത്തതിൻ്റെ കാരണം ഇതാണ്, അവർക്ക് പ്രിയപ്പെട്ടവരെ ആ വ്യക്തിയോട്. അപ്പോൾ നമ്മളുടെ അകൽച്ച ഇതാണ് കാരണം, നമുക്കിതാണ്. അപ്പം നമ്മൾ ആ അകൽച്ച മാറ്റി നമ്മൾ കുമ്പസാരത്തിലേക്ക് വരണം. നമ്മൾ കുമ്പസാരം വലിയ അനുഭവത്തിൻ്റെ ഒരു തലമാണ്. പലപ്പോഴും നമ്മളെ അത് പല കാരണങ്ങൾ, ഒരിക്കലും ഒരു ധ്യാനം, ഇപ്പോൾ ധ്യാനത്തിന് പോപ്പുലേഷൻ ധ്യാനമാണ്. അപ്പോൾ ഒരു 3 മാസം മുമ്പ് ആ ഇടവകയിൽ പോയി ധ്യാനം ഒരുക്കണം. അപ്പോൾ ധ്യാനം ഒരുക്കാൻ വേണ്ടി ഞാൻ ചെല്ലുമ്പോൾ എന്നെ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ചേട്ടൻ ഒരു ജീപ്പിലാണ് വന്നത്. അപ്പോൾ ആ ചേട്ടൻ എന്നെ കൊണ്ടുപോയി. പിന്നെ ആ ധ്യാനത്തിൻ്റെ എല്ലാ ദിവസവും എപ്പോഴൊക്കെ ഒരുക്കാൻ പോയോ, ആ ധ്യാനം ഒരുക്കാൻ ആ ഇടവകയിൽ പോയോ, ഈ ചേട്ടനുമായിട്ട് ഞാൻ നല്ല പരിചയമായി. ഈ ചേട്ടൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഭാര്യ 2 കുട്ടികൾ, മൂത്ത മോന് ഒരു ആസ്മയുടെ
അസുഖമാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഇത് ധ്യാനം തുടങ്ങുന്നതിന് മുമ്പാണ്. അങ്ങനെ അവിടെ ധ്യാനം ആരംഭിച്ചു. ആ ഇടവകയിൽ ധ്യാനം ആരംഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കുവാൻ ചെല്ലുന്നത് ഞാനാണ്. അപ്പോൾ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ഛോ എൻ്റെ ഭർത്താവില്ലാത്ത സമയത്ത് അച്ഛനൊന്ന് വരണം, എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ ഭർത്താവ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വികാരിച്ചൻ ഇവിടെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവ്, പള്ളി, അച്ഛന്മാർ എല്ലാവരും, അച്ഛൻ കണ്ടു കാണുമല്ലോ, അച്ഛൻ പരിചയപ്പെട്ട് കാണുമല്ലോ, അദ്ദേഹത്തിന് അത്രയും നല്ല മനുഷ്യൻ. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 14 വർഷമായി, ഇതുവരെയും കുമ്പസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നാളത്തെ കഴിഞ്ഞ് കുമ്പസാരമുണ്ട്, എല്ലാവരും കുമ്പസാരിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസമാണ് കുമ്പസാരം. അപ്പോൾ കുമ്പസാരം കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളുള്ള ദിവസമാണ് ബുധനാഴ്ച വൈകുന്നേരം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഈ കുടുംബത്തിലെ ഈ ചേച്ചിയും 2 കുഞ്ഞുങ്ങളും കൂടി എൻ്റെ അടുത്ത് വന്നു. വെച്ചാൽ എല്ലാവരും കുമ്പസാരിച്ചു. കുമ്പസാരിപ്പിക്കാൻ അച്ഛന്മാരെ വിളിക്കാൻ പോയത് എൻ്റെ ഭർത്താവ്, കുമ്പസാരിപ്പിക്കുവാനുള്ള അച്ഛന്മാർക്ക് കസേര ഇട്ട് കൊടുത്തത് എൻ്റെ ഭർത്താവ്, കുമ്പസാരിക്കുവാനുള്ള അച്ഛന്മാർക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തത് എൻ്റെ ഭർത്താവ്. എന്നാൽ ഈ ഇടവകയിലാകെ കുമ്പസാരിക്കാത്തത് എൻ്റെ ഭർത്താവ്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി പല സ്ഥലത്ത് കുമ്പസാരം ഉണ്ടായിരുന്നു, ഭർത്താവ് എവിടെയെങ്കിലും കുമ്പസാരിച്ച് കാണും, ആ ചേച്ചിക്ക് എങ്ങനെ അറിയാം? ഇല്ലച്ചാ, ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മോളോട് പറഞ്ഞു പപ്പയുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ അവൾ ചെറിയ പെൺകുട്ടി, ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, അതിനോട് പറയുക, അച്ഛാ രാവിലെ വീട്ടിൽ നിന്ന് പപ്പ പോരുന്നത് മുതൽ പപ്പ ടോയ്ലറ്റിൽ പോയപ്പോൾ വരെ ഞാൻ പപ്പയുടെ കൂടെ ഉണ്ട്, പപ്പ കുമ്പസാരിച്ചിട്ടില്ല. ഇവളിങ്ങനെ CID പോലെ പപ്പയുടെ പുറകെ നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കുറ്റപ്പെടുത്തണ്ട, നമ്മൾ ആ വ്യക്തിയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ചേച്ചി പറയും, ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കും, നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കും, ഇന്ന് രാത്രി കൂടുതൽ പ്രാർത്ഥിക്കും, ഇനിയും സമയമുണ്ട്. ചിലപ്പോൾ അങ്ങനെ രാവിലെ 5:30 ധ്യാനം തുടങ്ങും, വ്യാഴാഴ്ച രാവിലെ. അപ്പോൾ 5:15 ഞാൻ ഈ സ്റ്റേജിലെത്തി. ഞാനുണ്ട്, എൻ്റെ കൂടെ മറ്റൊരച്ഛനുണ്ട്, പാട്ടുകാരുണ്ട്. അപ്പോൾ ഈ വ്യക്തി രാവിലെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഒരു 5:10 ഭാര്യയുടെയും കുട്ടികളെയും വേറെ വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ട് പുള്ളി വന്ന് നിൽക്കുകയാണ്. പുള്ളി എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ കുമ്പസാരിക്കണം. ഞാൻ പറഞ്ഞു, കുമ്പസാരിക്കാം. ഇദ്ദേഹം വിറച്ച് വരികയാണ്. ഇദ്ദേഹം നല്ല തണുപ്പുള്ള അന്തരീക്ഷം, ഇദ്ദേഹം വെട്ടി വേർക്കുകയാണ്. കാരണം ഇദ്ദേഹം ജീസസ് യൂത്തിലായിരുന്നപ്പോൾ ഇദ്ദേഹം കുമ്പസാരിക്കുന്നപ്പോൾ ഇദ്ദേഹത്തെ ഒരു പ്രായമുള്ള വൈദികൻ ഇദ്ദേഹം കുമ്പസാരിച്ചപ്പോൾ എന്തോ പറഞ്ഞ് കളിയാക്കുകയോ എന്തോ പറഞ്ഞ് ദേഷ്യപ്പെടുകയോ ചെയ്തു. അത് അടുത്ത് നിൽക്കുന്നവർ കേൾക്കുകയോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായി. ഇദ്ദേഹത്തിന് കുമ്പസാരക്കൂട്ടിൽ നിന്ന് ഒരു വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി. ഇദ്ദേഹം പറയുക എന്നോട്, അച്ഛൻ ഞാൻ പിന്നെ 17-18 വയസ്സ്, അത് കഴിഞ്ഞ് ഇദ്ദേഹം പള്ളി, അച്ഛന്മാർ, എല്ലാ കാര്യങ്ങളും കൃത്യമാണ്, പക്ഷേ ഇദ്ദേഹത്തിന് പേടിയാണ് കുമ്പസാരിക്കാൻ. അത് മാറിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത് മാറിപ്പോയി എന്ന് മാത്രമല്ല, അങ്ങനെ ധ്യാനമൊക്കെ കഴിഞ്ഞ് പോന്നു. ആ ധ്യാനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ മൂത്ത കുട്ടിക്ക്, മോന് 13 വയസ്സാണ് ഉള്ളത്. 13 വയസ്സുള്ള മോൻ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. പിന്നീട് 1.5 വർഷം കഴിഞ്ഞപ്പോൾ, അച്ഛാ ഞാൻ കുമ്പസാരിച്ച് കഴിഞ്ഞ് ഇന്ന് വരെ എൻ്റെ മകന് എല്ലാ മാസവും എന്നതുപോലെ, എപ്പോഴും എന്നതുപോലെ വന്നുകൊണ്ടിരുന്ന ആ അസുഖം, ആ ഫിക്സ്, അത് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അപ്പൻ കുമ്പസാരിക്കാതിരുന്നത് കൊണ്ടാണ് മകൻ്റെ രോഗം മാറാതിരുന്നതെന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മറിച്ച് നമ്മൾ ഓർക്കുക, കുമ്പസാരം ആ വ്യക്തി പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന് വേണ്ടി അപ്പം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉള്ളു തുറന്ന് ഒരു പൂർണ്ണ നല്ല കുമ്പസാരം നടത്തുക. അതിനാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ, ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ, നമ്മൾ ഈ ധ്യാനത്തിൽ ഇപ്പോൾ ഇത് പറയാൻ കാരണം, ഈ ദിവസങ്ങളിൽ നമ്മൾ നല്ലതുപോലെ കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുക, നല്ലൊരു കുമ്പസാരം നടത്തുക. എല്ലാ ദിവസവും തന്നെ നമ്മളിത് ഓർമ്മിപ്പിക്കും. നമുക്ക് നല്ല ഒരുങ്ങി കുമ്പസാരം ചെയ്യുവാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം 119 11 വചനമാണ്. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനം 119 11 നമ്മിലെ അഭിഷേകമായിട്ട് മാറട്ടെ. നല്ല ഒരു കുമ്പസാരത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഈ ആരാധനയിൽ നമുക്ക് ഒരുങ്ങി പ്രാർത്ഥിക്കാം.
നേരവും സ്തുതി പാടും. ആത്മാവിൽ വാഴും ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് എല്ലാ നേരവും സ്തുതി പാടും. ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക് അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ഉള്ളുന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിൽ വന്നു മുട്ടുന്ന നേരം. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിൽ വന്നു മുട്ടുന്ന നേരം. ആ ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആ ദിവ്യസ്വരം കേട്ടാത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ പൂർണ്ണമായും ദിവ്യകാരുണ്യത്തോട് ചേർത്ത് വയ്ക്കാം. യേശുവേ, ഞങ്ങളെ പൂർണ്ണമായും ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കുന്നു. യോഹന്നാൻ 20, 21, 22, 23 വചനങ്ങൾ. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതുമ്പോൾ
5-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പാപം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശം ചെയ്തു. എന്നാൽ പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു. അങ്ങനെ പാപം മരണത്തിലൂടെ ആധിപത്യം പുലർത്തിയതുപോലെ കൃപ നീതി വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ ആധിപത്യം പുലർത്തും. പാപം മരണത്തിലേക്ക് നയിച്ചതുപോലെ നമ്മുടെ ക്രിസ്തുവിൻ്റെ കൃപ നിത്യജീവനിലേക്ക് നയിക്കും. ഒരാളുടെ അനുസരണക്കേട് എല്ലാവരെയും ബാധിച്ചതുപോലെ മറ്റൊരാളുടെ അനുസരണം എല്ലാവരെയും രക്ഷിക്കുന്നു. ആദം അനുസരണക്കേട് കാണിച്ചുവെങ്കിൽ യേശു അനുസരിച്ചു. അവൻ ബലിയോളം അനുസരിച്ചു. അവൻ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി. എന്ന് വെച്ചാൽ അവൻ ബലിയോളം, കുരിശുമരണം യേശുവിൻ്റെ ബലിയാണ്. അവൻ ബലിയോളം അനുസരണയുള്ളവനായി. എന്നിട്ട് വചനം പറയുകയാണ്, അവൻ വഴി നമ്മൾ നിത്യജീവനിലേക്ക്. യേശു ആ ബലി സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. പൗലോസ്ലീഹ പറയുകയാണ്, അവൻ വഴി നമ്മൾ നിത്യജീവനിലേക്ക് കടക്കും. ആദത്തിൻ്റെ പാപം വഴി മരണത്തിലേക്ക് കടന്നുവെങ്കിൽ അവൻ വഴി, അവൻ്റെ ബലി വഴി നമ്മൾ നിത്യജീവനിലേക്ക് കടക്കും. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിൽ കൂടുതലായി വർദ്ധിച്ചു. നമ്മൾ നമ്മുടെ പാപത്തെ ഓർത്ത് അനുതപിക്കുക. ഇതാ, എല്ലാവരും പാപികൾ. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാനായി പാപങ്ങൾ ഏറ്റുപറയുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിച്ചത് കുമ്പസാരത്തെക്കുറിച്ചാണ്. യേശു കുമ്പസാരത്തെ സ്ഥാപിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ കൂദാശകളിലും പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യേശു അവരുടെ മേൽ, ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട്, അവരുടെ മേൽ ഊതിക്കൊണ്ട്, അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അടുത്ത വചനം, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപം ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. ഇത് ശിഷ്യന്മാർക്ക് കൊടുത്ത ഇത് അധികാരമല്ല, മറിച്ച് യേശു കൊടുക്കുകയാണ്. പാപം മോചിക്കുവാനുള്ള കൃപ, പാപമോചനത്തിൻ്റെ കൃപ കൊടുക്കുകയാണ്. കുമ്പസാരം എന്ന കൂദാശയെ യേശു സ്ഥാപിക്കുകയാണ്. അപ്പോൾ യേശുവിൽ സ്നാനം സ്വീകരിച്ചൊരു വ്യക്തി, ആ വ്യക്തി യേശുവിലൂടെ പിതാവ് പൂർത്തിയാക്കിയ രക്ഷ സ്വീകരിക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയിലൂടെയാണ്. നമ്മളത് കണ്ടു. അതിനാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് ഒരാളെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കും. അപ്പം പാപത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരു വ്യക്തിയിൽ കൊണ്ടുവരുന്നത് അത് പരിശുദ്ധാത്മാവാണ്. അതിനാൽ എന്തുകൊണ്ടാണ് ഈശോ പറയുന്നത്? അവർ എന്നിൽ വിശ്വസിക്കാതിരുന്നതിനാൽ പാപത്തെക്കുറിച്ചും. അപ്പോൾ യേശുവിനിൽ നിന്ന്, യേശുവിൻ്റെ ഹിതത്തിൽ നിന്ന് നമ്മൾ അകന്നു. എവിടെയെല്ലാം നമ്മൾ പാപം ചെയ്തു, ഈ പാപബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കും. അപ്പോൾ ഒരു വ്യക്തി പാപബോധത്തിലേക്കും അനുതാപത്തിലേക്കും വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്.
റിപ്പൻറ്റൻസ് ഈസ് ആൻ ആക്ട് ഓഫ് ഹോളി സ്പിരിറ്റ്. അതിനാൽ നമ്മൾ ആഗ്രഹിക്കുക, ഈ ഈസ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ഒരുങ്ങി ഒരു നല്ല കുമ്പസാരത്തിനു വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ ഒരു പൂർണ്ണ നല്ല കുമ്പസാരം നടത്തണം. ഒന്ന്, ഞാൻ യേശുവിൻ്റെ സ്നേഹത്തെ, യേശുവിൻ്റെ അനുഗ്രഹത്തെ ഞാൻ ധ്യാനിക്കണം. പാപങ്ങളെല്ലാം ഓർക്കണം. യേശുവിൻ്റെ സ്നേഹത്തിനെതിരായി, യേശുവിൻ്റെ കൽപ്പനകൾക്കെതിരായി ഞാൻ എവിടെയെല്ലാം പാപം ചെയ്തു. പെട്ടെന്ന് നമ്മുടെ ബുദ്ധിയിൽ വരുന്നൊരു കാര്യം, ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല. എന്ത് പാപം? എനിക്ക് വലിയ പാപമില്ല. പാപം ചെയ്യുന്നില്ല. പാപമില്ല എന്ന് പറയുന്നവൻ നുണ പറയുന്നു. എല്ലാവരും പാപികളാണ്. ആരെങ്കിലും പറയുകയാണ് പാപമില്ല എന്ന് പറഞ്ഞാൽ അവൻ നുണ പറയുന്നു, നുണയനാണ് എന്ന് വചനം പറയുന്നുണ്ട്. നമുക്കറിയാം ആരാണ് നുണയൻ. പിശാചാണ് നുണയനും നുണയൻ്റെ പിതാവും. അപ്പോൾ പാപമില്ല എന്നൊരു വ്യക്തി പറയുമ്പോൾ ഇറ്റ് ഈസ് എ ക്ലിയർ സൈൻ ദാറ്റ് പേഴ്സൺ ഈസ് ഗൈഡഡ് ബൈ ദ അൺക്ലീൻ സ്പിരിറ്റ്. ഒരു വ്യക്തി പാപമില്ല എന്ന് പറയുമ്പോൾ അതിനാൽ തന്നെ ആ വ്യക്തി പറയുന്നു, ആ വ്യക്തി നയിക്കപ്പെടുന്നത് അശുദ്ധാത്മാവിനാലാണ്. കാരണം എല്ലാവരും പാപികൾ. ഇപ്പം പാപമില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്ത് പാപം ചെയ്യുന്നു? അങ്ങനെ പാപമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ പറച്ചിൽ തന്നെ, ആ പറയുന്ന കാര്യം തന്നെ, ദാറ്റ് ഈസ് ദ ക്ലിയർ സൈൻ ഓഫ് അൺക്ലീൻ സ്പിരിറ്റ്. അതിനാൽ നമ്മളെല്ലാവരും പാപികളാണ്. പ്രിയപ്പെട്ടവരെ, പാപം മറച്ചു വയ്ക്കരുത് എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ വന്ന പാപങ്ങളെ ഓർക്കുക, പാപങ്ങളെ ഓർത്ത് അനുതപിക്കുക. എന്ന് വെച്ചാൽ, ദൈവമേ, ഞാൻ ഈ പാപം ചെയ്തു പോയല്ലോ. നമ്മൾ ഒരിക്കലും പാപത്തെ ജസ്റ്റിഫൈ ചെയ്യരുത്, പാപത്തെ ന്യായീകരിക്കരുത്. ഡോണ്ട് ജസ്റ്റിഫൈ യുവർ സിൻ, ജസ്റ്റ് അക്സെപ്റ്റ് ആൻഡ് ജസ്റ്റ് റിപ്പൻറ്റ് അബൌട്ട് യുവർ സിൻ. നമ്മുടെ പാപത്തെക്കുറിച്ച്, പാപത്തെ ഓർത്ത് അനുദപിക്കുകയും അതിനെ ഓർത്ത് റിപ്പൻറ്റ് ചെയ്യുകയും അതിനെ ഓർത്ത് മനസ്തപിക്കുകയും ചെയ്യുക. പാപത്തെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ ഓർത്ത് റിപ്പൻറ്റ് ചെയ്യുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, പാപങ്ങളെല്ലാം വൈദ്യനോട് ഏറ്റുപറയുക. മേലിൽ പാപം ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുക. എങ്ങനെ എനിക്കൊരു നല്ല കുമ്പസാരം? ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പാപം മറച്ചു വെച്ച് കുമ്പസാരിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, കുമ്പസാരം അത് യേശുവിൻ്റെ രക്ഷ സ്വീകരിക്കുന്ന വഴിയാണ്. അതിലൂടെ നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന വലിയൊരു അനുഭവമുണ്ട്. അതിനാൽ ഒരു നല്ല കൺഫഷൻ, ഒരു കൂദാശയായിട്ട് അതിനെ സ്വീകരിക്കുക. ഒരു കൂദാശയായിട്ട്, എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു കടമയ്ക്ക് വേണ്ടി അല്ല. ഒരു കൂദാശയുടെ ബേസ് എന്ന് പറയുന്നത് അത് യേശുവിൻ്റെ കുരിശുമരണമാണ്, ഉദ്ധാനമാണ്, പീഡാസഹനമാണ്. ഇതിൻ്റെ ബേസിലാണ് ഒരു കൂദാശ വാലിഡ് ആകുന്നത്. അല്ലാതെ സഭയുടെ മെറിറ്റ്, കുമ്പസാരിപ്പിക്കുന്ന അച്ഛൻ്റെ മെറിറ്റ്, കെട്ടിക്കുന്ന പിതാവിൻ്റെ മെറിറ്റ്, ഇതൊന്നുമല്ല ഒരു കൂദാശയെ ഒരു കൂദാശയാക്കുന്നത്. കൂദാശയുടെ മെറിറ്റ് അത് യേശുവിൻ്റെ രക്ഷാകര സംഭവങ്ങളാണ്. യേശുവിൻ്റെ കുരിശുമരണവും പീഡാനുഭവവും ഉത്ഥാനവുമാണ് ഒരു കൂദാശയുടെ മെറിറ്റ്. ആ മെറിറ്റിന് മാറ്റമില്ല, ആ മെറിറ്റിനൊരു കുറവുമില്ല. അത് 100%, അത് പൂർണ്ണമാണ്. അത് കൈകാര്യം ചെയ്യുന്നവരിൽ കുറവുണ്ട്, സഭയ്ക്ക് കുറവുണ്ട്, വൈദികർക്ക് കുറവുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ കൃപയ്ക്ക് ഒരു കുറവുമില്ല. അതിനാൽ നമ്മൾ ഒരു കുമ്പസാരത്തെ സമീപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനൊരു കൂദാശയെ സമീപിക്കുന്നു. യേശുവിലൂടെ, യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ പിതാവ് പൂർത്തീകരിച്ച രക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ യേശു കൽപ്പിച്ചതനുസരിച്ച് ഞാൻ പാപങ്ങൾ ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. നല്ലൊരു കുമ്പസാരം, ഒന്ന്, ദൈവമേ, ഞാൻ പാപിയാണ് എന്ന് ഏറ്റുപറയുക. ദൈവമേ, എന്നോട് കരുണ തോന്നണേ.
ദൈവത്തിൻ്റെ കരുണയിൽ നമ്മളെ സമർപ്പിക്കുക. അതിനാൽ ദൈവമേ, നല്ല ഒരു അനുതാപത്തോടെ കുമ്പസാരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകി എൻ്റെ മേൽ കരുണയായിരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സ്നേഹമുള്ളവരെ, എല്ലാ പാപത്തിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം നമ്മളെ ദൈവത്തിൽ നകറ്റുക എന്നതാണ്. അതിനാൽ അനുദപിക്കുമ്പോൾ ആദ്യം നമ്മൾ അനുദപിക്കേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയെല്ലാം പരാജയപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരുന്നുവോ? ദൈവത്തെ ആരാധിക്കണം, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക. ദൈവാരാധനയിൽ കുറവ് വരുത്തിയ ഒരു വ്യക്തിയോ കുടുംബമോ ആണോ നീ? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ഒന്നാം സ്ഥാനം നീ കൊടുത്തുവോ? നമ്മളിൽ അഹങ്കാരം എന്ന ചിന്തയുണ്ടോ? നമ്മൾ ഈ ധ്യാനത്തിൽ കേട്ടതാണ് മൂലപാപങ്ങളെക്കുറിച്ച്. കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ദൈവനാമത്തിനെതിരായിട്ട് നമ്മൾ പാപം ചെയ്തിട്ടുണ്ടോ? ദൈവനാമം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഉപയോഗിക്കുക. ദൈവവചനം, ദൈവനാമത്തിൽ ആസ്വദിക്കപ്പെട്ടതാണ് എൻ്റെ വീട്, ദൈവനാമത്തിൽ ആസ്വദിക്കപ്പെട്ടതാണ് നിൻ്റെ ദാമ്പത്യം, ദൈവനാമത്തിൽ ആസ്വദിക്കപ്പെട്ടതാണ് നിൻ്റെ ബിസിനസ്, ജോലി, ദൈവനാമത്തിൽ ആസ്വദിക്കപ്പെടുന്നതാണ് നിൻ്റെ ശരീരം. എല്ലാ ദിവസവും നമ്മൾ എത്രയോ പ്രാവശ്യമാണ് ദൈവനാമത്തിൽ കുരിശ് വരയ്ക്കുന്നത്. എന്നാൽ ദൈവനാമത്തിൽ ആസ്വദിക്കപ്പെട്ട നിൻ്റെ വീട്ടിൽ, ദൈവനാമത്തിൽ ആസ്വദിക്കപ്പെട്ട നിൻ്റെ ശരീരത്തിൽ, ദൈവനാമത്തിൽ ആസ്വദിക്കപ്പെട്ട നിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, ദൈവനാമത്തിൽ ആസ്വദിക്കപ്പെട്ട നിൻ്റെ പൗരോഹിത ജീവിതത്തിൽ, ദൈവനാമത്തിൽ ആസ്വദിക്കപ്പെട്ട നിൻ്റെ വ്രതബദ്ധ ജീവിതത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. എങ്ങനെയാണ്? ഞായറാഴ്ച കടമുള്ള ദിവസങ്ങളിൽ കുറവ് വരുത്തിയിട്ടുണ്ടോ? എൻ്റെ കുടുംബം എങ്ങനെ ഈ ദിവസം ആചരിച്ചു? ഞായറാഴ്ച എത്രത്തോളം പരിശുദ്ധമായിട്ട് എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം ആചരിച്ചു? എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം എങ്ങനെ ഈ ദിവസത്തെ സമീപിച്ചു? അന്നൊരു വേലയും ചെയ്യരുത്. ഇതാ, ദൈവ അനുഗ്രഹത്തിൻ്റെ കീഴിലാണോ, ദൈവ കൽപ്പനയുടെ കീഴിലാണോ എൻ്റെ ബിസിനസ്, എൻ്റെ ജോലിയെ ഞാൻ നിർത്തിയത്? ദൈവ കൽപ്പനയുടെ കീഴിലെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജോലിക്ക്, എൻ്റെ ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാകൂ. നീ ദൈവ കൽപ്പനയുടെ കീഴിലാണോ നിൻ്റെ ജോലിയെ, നിൻ്റെ ബിസിനസ് നിർത്തിയത്? ചിന്തിക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം, ദൈവിക കാര്യങ്ങൾ കൊടുക്കേണ്ട സ്ഥാനം, ദൈവിക പുരുഷർക്ക് അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷകർ കൊടുക്കേണ്ട ബഹുമാനം, സ്നേഹം കൊടുത്തുവോ? അനുദപിക്കുക. അതിനെ ഓർത്ത് നമുക്ക് വന്നുപോയ കുറവുകളെ ഓർക്കാം. കുറവുകളെ ഓർത്ത് നമുക്ക് മാപ്പ് ചോദിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. മാതാപിതാക്കളെ ബഹുമാനിക്കുക. മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, മുതിർന്നവരോടുള്ള ബന്ധം എങ്ങനെയാണ്? മാതാപിതാക്കൾ എന്ന നിലയിൽ മക്കൾക്ക് കൊടുത്ത ഉത്തരവാദിത്വം എങ്ങനെയാണ്? കൊല്ലരുത് എന്നാൽ യേശു പഠിപ്പിച്ചു, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കുറ്റം പറയുക, മറ്റുള്ളവർക്ക് മോശമായ കാര്യങ്ങൾ ചിന്തിക്കുക, അവൾ മാപ്പ് ചോദിക്കുക. വ്യഭിചാരം ചെയ്യരുത്, അന്യൻ്റെ ഭാര്യ, അന്യൻ്റെ ഭർത്താവിനെ മോഹിക്കരുത്. അശുദ്ധി, അശുദ്ധമായ കാര്യങ്ങൾക്ക് എൻ്റെ ശരീരത്തിൽ, എൻ്റെ ചിന്തയിൽ ഞാൻ പ്രാധാന്യം കൊടുത്തോ?
അശുദ്ധമായ പ്രവൃത്തികൾ എന്നിൽ നിന്നുണ്ടായോ? മോഷ്ടിക്കരുത്, അന്യ വസ്തുക്കൾ മോഹിക്കരുത്, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത്, മോഹം, മോഷ്ടിക്കുക, കൈക്കൂലി വാങ്ങുക, കൈക്കൂലി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കള്ളസാക്ഷ്യം പറയരുത്, നമുക്ക് വന്നുപോയ തിന്മകളെ ഓർത്ത് അനുദപിക്കുക. അഹങ്കാരം, അസൂയ, കോപം, ലസ്റ്റ് അഥവാ മോഹം, അലസത, കൊതി, ഇങ്ങനെ നമുക്ക് വന്നുപോയ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഈശോയുടെ മുമ്പിൽ നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാടു ഞാൻ നാഥ, പാപിയാടു ഞാൻ. യേശുവേ, കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നമ്മെ പൂർണ്ണമായും സമർപ്പിക്കാം. നമ്മൾ ഈ ധ്യാനത്തിൽ ഇവിടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുമ്പസാരത്തെ ധ്യാനിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തും. അതിൻ്റെ കാരണം നമ്മളെ വിശുദ്ധീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ ദൈവകരുണയിൽ സമർപ്പിച്ച് നല്ല ഒരു കുമ്പസാരം, നമ്മൾ മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ കുടുംബം, അതിന് സമയം കണ്ടെത്തി നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് ഇന്നത്തെ വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 119:11. സങ്കീർത്തനം 119:11. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കുന്നതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ കടന്നു വരട്ടെ. നല്ല ഒരു കുമ്പസാരം നടത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ദൈവമേ, ഞാൻ പാപിയാണ്, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഓരോരുത്തരെയും ദിവ്യകാരണത്തിൽ സമർപ്പിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാടു ഞാൻ നാഥ, പാപിയാടു ഞാൻ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം: അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119:11.